അല്ല, ഇത് തത്വമസി വിനോദോ? ആശാനെയും സാറിനെയും കാണണമെന്ന് ഓർത്തിട്ട് 2 മാസക്കാലമായി ഞാൻ ഇരിക്കാൻ നോക്കിയിട്ട്. എന്റെ പൊന്നെ, ഇതിലെ എന്നാലും ഒന്ന് വരാൻ തോന്നിയില്ലോ. എന്റെ പൊന്നെ, ഞാൻ വരണമെന്ന് വെച്ചാൽ പല പ്രാവശ്യം വന്നതാ. വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ വഴിയുടെ ദയനീയാവസ്ഥ കണ്ട് വണ്ടി അവിടുന്ന് ചെളി കാരണം വലിച്ചു പോയത്. വണ്ടി പലരുടെയും അവിടെ കേടായി, വണ്ടി മറിയാൻ തുടങ്ങി. എല്ലാവരും പേടിച്ച് ഇങ്ങോട്ട് വരുന്നില്ലായിരുന്നു. ഏതായാലും ഞങ്ങളുടെ 12-ാം വാർഡ് ഉഷ മെമ്പർ മാഡം ഇടപെട്ട് ഇലക്ഷന് മുമ്പ് തന്നെ ശരിയാക്കി തന്നു. അതിനാൽ മാഡം ജയിക്കുകയുണ്ടായി. ജയനഗർ നിവാസികളുടെ കട്ട സപ്പോർട്ട് കിട്ടി മാഡം ജയിച്ചു. ഏതായാലും ഏതായാലും ചെളിയൊക്കെ മാറി ഇപ്പോൾ തെളിവായപ്പോൾ ഒന്ന് കാണാൻ വന്നതിൽ വിനോദിനോട് വളരെയധികം ഞാൻ നന്ദി പറയുന്നു. അല്പം കൂടെ നേരത്തെ വരായിരുന്നു, തിരക്കുകൾ കാരണം ഇപ്പോഴാണ് സമയം കിട്ടിയത്. ഒരു കുഴപ്പമില്ല. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഓരോരോ പ്രാരാബ്ധത്തിൽ പെട്ട് കിടക്കുന്നവരല്ലേ, നമുക്കതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. സാറകത്തുണ്ടോ? പപ്പ അകത്തുണ്ട്. പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വാറുണ്ണി ഇതല്ലേ പടിവാതിക്കൽ കിടക്കുന്നു. വാറുണ്ണി നിങ്ങളെ കണ്ടോ ഒരു ദേഷ്യഭാവവും കാണിച്ചില്ല. കാരണം നിങ്ങൾ കൊടുത്ത ബോണ്ടയുടെയും നിങ്ങൾ കൊടുത്ത നെയ്യപ്പത്തിൻ്റെ നന്ദിയുണ്ട്. നായികൾക്ക് 10 കാലം അവർ ഓർക്കും ഒരു പലഹാരമൊക്കെ കൊടുത്താൽ. അതാണ്, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ അവർ 10 കാലങ്ങൾ ഓർക്കും. സമ്മതിച്ചോ? അത് വാറുണ്ണിക്കും ആഗ്രഹമില്ലേ ഒരു സ്വർണ്ണമാല ഇടണമെന്ന്? സ്വർണത്തിന് കാര്യം പറഞ്ഞാൽ 1,00,000 രൂപയ്ക്ക് മേൽ സ്വർണത്തിന് 1 പവനായെങ്കിലും ഞാൻ വാറുണ്ണിക്ക് അറിയത്തില്ലല്ലോ, ഉരച്ചു നോക്കാൻ കഴിവില്ലല്ലോ. അതുകൊണ്ട് വാറുണ്ണിക്ക് ഞാൻ സ്വർണ്ണ നിറത്തിലുള്ളൊരു മാല അങ്ങ് ഇട്ട് കൊടുത്തു. 500 രൂപ മുടക്കി കൊല്ലപ്പള്ളിയിൽ നിന്ന് മേടിച്ചതാണ്. ഇവൻ പാവമല്ലേ, ഇവൻ അറിയത്തില്ല, ഇവനെ പറ്റിക്കുകയാണ് ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എന്നാലും സാരമില്ല, അവൻ്റെ ആഗ്രഹം നിറവേറ്റട്ടെ എന്നും കൊണ്ട് ഞാൻ 500 രൂപ മുടക്കി ഒരു 6 മാസ ഗ്യാരണ്ടി മാല മേടിച്ചിട്ട് കൊടുത്തു. നല്ല അഴകല്ലേ? നമ്മുടെ വാറുണ്ണിക്കും ഇല്ലേ ആഗ്രഹങ്ങളൊക്കെ? എല്ലാവർക്കും ആഗ്രഹമില്ലേ? എന്നാ കയറി വാ, പപ്പയെ കാണാൻ കയറി വാ. ഉണ്ട്, വാ, കടന്നു വരൂ. ഇന്ന് താങ്കളെ അന്വേഷിച്ചതേ ഉള്ളായിരുന്നു. എല്ലാ ദിവസവും അന്വേഷിക്കും. കയറിക്കോ, ഞെക്കി കയറിക്കോ. പുള്ളി പാട്ട് കേട്ടിരിക്കുക. പുള്ളിക്ക് 4 മണി കഴിഞ്ഞാൽ ചായയും കാപ്പിയും ഒന്ന് കുടിച്ചിട്ട് പുള്ളി ഇങ്ങനെ പഴയ ഗാനങ്ങൾ കേട്ടിരിക്കുന്ന സ്വഭാവമുണ്ട്. പാട്ട് കേട്ട് അങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു പുള്ളി. SP ബാലസുബ്രഹ്മണ്യം, അത് മുഹമ്മദ് റാഫി, ഇവരുടെ ഗാനങ്ങളാണ് കേൾക്കുന്നത്. ഇന്ന് പുള്ളി SPBയുടെ ഗാനങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ദളപതിക്കാത്ത പാട്ടാണ് ഇപ്പൊ കേൾക്കുന്നത്. എന്നാൽ നിങ്ങൾ സംസാരിക്കാൻ ഞാനിത് ഒളിയും കുറച്ച് വെക്കാം. പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ ചോദിക്ക്. അടുത്തിരുന്ന കാര്യങ്ങൾ മിണ്ട്. നമ്മളൊരു യാത്ര പോയിട്ട് ഒത്തിരി കാലമായി. നമ്മള് ഡെയിലി 1-2 ദിവസങ്ങളിൽ നമ്മള് എവിടെയായാലും പോയിക്കൊണ്ടിരുന്ന ആളാ. ഇന്നും വിനോദിനെ പപ്പ ഉച്ചയ്ക്ക് മിന്നോ അന്വേഷിച്ചു, ഉച്ച കഴിഞ്ഞു അന്വേഷിച്ചു. അതാണ് സാറിന്റെ സ്നേഹം. നമ്മൾ തമ്മിൽ എത്ര കൊല്ലത്തെ പരിചയവും സ്നേഹം. അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകാനാന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഒന്ന് കറങ്ങാനാ, നീ അറിയണ്ടാന്ന്. അപ്പോൾ വിനോദെ കാണാൻ എൻ്റെ പിതാവിനെയും എന്നെയും എൻ്റെ വാറുണ്ണിയെയും ചങ്കുണ്ണിയെയും പാണ്ഡുവിനെയും എല്ലാവരെയും കാണാൻ വന്നതിന് ഹൃദയംഗമമായി നന്ദി വിനോദിനോട് ഞാൻ അർപ്പിക്കുന്നു. പപ്പായി അർപ്പിക്കുക. എനിക്കും അങ്ങേയറ്റം നന്ദിയുണ്ട്. ഓക്കെ.